ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് റെസിപ്പി ആയിട്ടാണ്. ഒന്ന് അയലമീൻ്റെ കറി വെച്ചതിൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെ ഒന്ന് കൂന്തൽ റോസ്റ്റിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അയലമീൻ്റെ കറി ഞാൻ ഇതിൻ്റെ മുന്നേയും വെച്ചിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇത് രണ്ടും കൂടി ഒപ്പം ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇട്ടതാണ്. ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഉണ്ടാക്കിയത് ഇതേപോലെ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കറികളെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ കൂന്തൽ റോസ്റ്റ് നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂന്തൽ റോസ്റ്റ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചോറുണ്ണാൻ നമുക്ക് വേറെ ഒന്നും വേണ്ട, വെറും കൂന്തൽ റോസ്റ്റ് മാത്രം മതി. അപ്പം നാട്ടിൽ സുലഭമായിട്ട് കിട്ടുകയും ചെയ്തിരുന്നു. ബാംഗ്ലൂരിനേക്കാളും കൂടുതലായിട്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് അയിലമീൻ ആദ്യം എങ്ങനെയാണ് വെക്കുക നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മീൻ കറി വെക്കുന്നതിന് വേണ്ടി ഞാനിതാ ഇവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെക്കുന്ന കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണെന്ന് പറയേണ്ടതില്ലല്ലോ, പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടത്തിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒന്ന് മീൻ കറി മൺചട്ടിയിൽ അടുപ്പിൽ വെക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മീൻ കറിയിലേക്ക് ആദ്യം കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയും പൊട്ടിച്ചു. ആദ്യം മീൻ കറിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് പിന്നെ 2 തക്കാളിയും കൂടി ആണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി തക്കാളിയും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തീയൊക്കെ പാകത്തിന് കത്തിക്കുക കേട്ടോ. നിങ്ങൾ ഓവറായിട്ട് അടുപ്പിലാവുമ്പോൾ ചിലപ്പോൾ നമുക്ക് കരിഞ്ഞു പോവും. അപ്പോൾ ആ പാകത്തിലാവരുത്. അപ്പം വെളിച്ചെണ്ണയൊക്കെ കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുക. മീൻ കറിയിൽ കുറച്ചൊക്കെ ആവശ്യമാണ് എണ്ണ. വെളിച്ചെണ്ണ ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു, കറിയിലേക്ക് ഇട്ട് കൊടുത്തു. ഉള്ളിയും തക്കാളിയും വഴറ്റി വന്ന അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം, ഈ പൊടികളുടെ ആ പച്ച മണം പോകുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് കുടംപുളിയല്ല, പുളിയാണ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം അതൊരു നാരങ്ങ ഏകദേശം വലിയതല്ല, കുറച്ചൊരു മീഡിയം ടൈപ്പ് നാരങ്ങയുടെ ഒരു വലുപ്പത്തിലുള്ള പുളി ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മീൻ നോക്കൂ. മീൻ അയിലമീനും ഉണ്ട്, പിന്നെ ചൂരമീൻ്റെ കുറച്ച് പോർഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിനും നല്ല ഒരേപോലത്തെ വേവ് എല്ലാം ആയതുകൊണ്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കണതിന് പ്രശ്നമില്ല. മത്തിമീൻ പോലെയുള്ള മീനുകളൊന്നും പറ്റില്ല, അതൊറ്റയ്ക്ക് തന്നെ വെക്കണം. അപ്പോൾ ഞാൻ പുളി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാനിവിടെ ഈ ചൂരമീനെയും അതുപോലെ അയിലയുടെ തലയും ചൂരമീൻ്റെ തലയും അങ്ങനെ പിന്നെ കഷ്ണങ്ങളും എല്ലാം ഉണ്ട്, അതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഏകദേശം 1/2 കിലോ മീനുകളും ഉണ്ടാവും. അപ്പോൾ തീയെല്ലാം നല്ലപോലെ കത്തിച്ച് നല്ലപോലെ കിടന്ന് വേവട്ടെ. ഒന്ന് അടച്ചും കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ അത് കിടന്നങ്ങനെ തിളയ്ക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അടുപ്പിൽ വെച്ച മീൻ കറിക്ക് തിളച്ചങ്ങ് കുറുകി, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറുക്കി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ എനിക്കിവിടെ കുറച്ചൊക്കെ ഒരു വെള്ളം വേണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. മീനൊക്കെ ഒരു വിധം അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരുവായിട്ടുണ്ട്. കറിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക്
ഇത് കുറുക്കിയെടുക്കണമെങ്കിൽ ഇനിയും കുറുക്കാം. ഞാൻ പക്ഷേ ഇതോടുകൂടി നിർത്തി. കുറച്ചൊരു വെള്ളം വേണമല്ലോ. അപ്പം നല്ല കുത്തരിച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പുഴുങ്ങലരി ആണെങ്കിലും ഏത് ചോറാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് ഈ കറി കൂട്ടി കഴിക്കാൻ. ഈ കറി മാത്രം മതി കേട്ടോ. അത്രയും കുറുക്കിയെടുത്താൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. വേണമെങ്കിൽ ഒരു ഉപ്പേരി സൈഡ് ഡിഷായിട്ട് എടുക്കാം. അപ്പം എനിക്ക് മീൻകറി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറ്റി അങ്ങ് കുറുക്കിയെടുക്കുന്നില്ല. കണ്ടാൽ തന്നെ അറിയാമല്ലേ വളരെ ടേസ്റ്റിയാണെന്ന് നോക്കൂ. അപ്പം പിന്നെ പ്രത്യേകിച്ച് അടുപ്പിലും കൂടിയും വെച്ച മീൻകറി ആകുമ്പോൾ ഒന്നും പറയാനില്ല. ഇടിവെട്ട് മീൻകറി തന്നെയാണ്. അപ്പോൾ ഇതാ നല്ല ഇപ്പോഴത്തെ പറിച്ചു കൊടുന്ന ഒരു കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അങ്ങനെ അയിലമീൻ ഇവിടെ റെഡിയായിട്ട്, മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അയിലമീനും എല്ലാം കൂടി ഇട്ട് വെച്ച കറി ഇവിടെ റെഡിയായി. ഞാൻ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുക്കറിലൊരു 3 വിസിൽ അടുപ്പിച്ചതാട്ടോ. ഇതിന് കുറച്ച് വേവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ ഞാൻ കുറച്ച് ഒന്ന് വേവിച്ചതാണ്. ക്ലീനെല്ലാം ചെയ്ത് തന്ന കൂന്തളായിരുന്നു. ഇതാ കൂന്തൾ ഇതാ കാണുന്നു. കൂന്തൾ എല്ലാം വൃത്തിയായിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഞാൻ വേവിച്ചതാണ് കേട്ടോ. ഇനി നമുക്കിത് റോസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് ഇഞ്ചിയും ചെറിയ പീസ്. ആവശ്യത്തിന് നിങ്ങൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുക്കുക നിങ്ങളുടെ ആവശ്യാനുസരണം. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ സവാള ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് റോസ്റ്റിലേക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാലകളാണ് ഇത്രയും കേട്ടോ. മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ ചിക്കൻ മസാലയുടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ആവശ്യത്തിന് എടുക്കുക. ഒരു 3/4 ടീസ്പൂൺ അങ്ങനെയെല്ലാം മതി കേട്ടോ. മുളക് പാകത്തിന് എടുക്കുക. എരിവുള്ളതാണെങ്കിൽ കുറച്ചെടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു കൂന്തൽ റോസ്റ്റിലേക്ക്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇതിലെടുത്തിട്ടുള്ളൂ. അപ്പം ഉപ്പും എല്ലാം ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ ഒരു ചീനച്ചട്ടി ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ടേബിൾ സ്പൂണാണ്, 3 ടേബിൾ സ്പൂണാണെങ്കിൽ അതിൽ കുറച്ചാണെങ്കിൽ അത്ര കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഉള്ളി തക്കാളി എല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അതിലേക്ക് ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടോ. വഴറ്റിയതിന് ശേഷം ഇപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി അതിലിട്ട് കൊടുക്കാം. വീട്ടിലെ ഫ്രഷ് കറിവേപ്പിലയാണ്, മരത്തിൽ നിന്ന് ഒടിച്ച് കൊടുന്ന കറിവേപ്പില. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണല്ലോ. അപ്പം മസാലകൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ച മസാല എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ മസാല എല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലപോലെ ഒന്ന് ചൂടാക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂന്തൽ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ കൂന്തൽ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കൂന്തൽ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറ്റ റോസ്റ്റായിട്ട് അങ്ങ് ആക്കിയിട്ടില്ല. ഞാൻ കുറച്ചൊരു ഗ്രേവി പോലെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വെറും കൂന്തൽ റോസ്റ്റ് പോലെ ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിവിടെ വേവിച്ചെടുത്തപ്പോൾ എന്താ പറയുക, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഞാൻ ഈ കൂന്തൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ സക്സസ് ആയി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കൂന്തൾ. കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ മോൾക്കും എൻ്റെ മക്കൾ അങ്ങനെ പച്ചമീനൊന്നും കഴിക്കാത്തവരാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെമ്മീൻ്റെയൊക്കെ പോലെ തന്നെ പ്രോണിൻ്റെയൊക്കെ പോലെ തന്നെ ഒരു സ്മെല്ലൊന്നും ഇല്ലാത്ത മീനാണ്. അതുകൊണ്ട് തന്നെ ഇത് അവർക്കും ഇഷ്ടമായി.
അപ്പോൾ എനിക്ക് വെക്കാൻ ഇൻട്രസ്റ്റ് ആയി. കാരണം മക്കൾ കഴിക്കുമ്പോൾ നമുക്കൊന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ആവുമല്ലോ. അല്ലെങ്കിൽ ഇവിടെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ മീനെ അങ്ങനെ പച്ചമീനായിട്ട് കഴിക്കുള്ളൂ. അയിലയും മത്തിയൊന്നും അവർക്ക് ഇഷ്ടമില്ല. അവരുടെ സ്മെല്ലുണ്ടല്ലോ നല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ മോള് തന്നെ ഉണ്ടാക്കാൻ വന്നു കേട്ടോ. അതാണ് പിന്നെ അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയതിന് നല്ല സക്സസ്സായി, നല്ല ടേസ്റ്റിയായി, മോളൊക്കെ കഴിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂന്തൽ റെസിപ്പിയും അയല റെസിപ്പിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.